പ്രാദേശിക വാർത്തകളും പ്രശ്നങ്ങളും അവയുടെ പരിഹാരങ്ങളും ഒക്കെയായി പരിശോധിക്കണം ലോക്കൽ ഫോക്കസ്. കോട്ടയം ജില്ലാ ആശുപത്രി പരിസരം കാലപ്പഴക്കം ചെന്ന വാഹനങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ജില്ലാ മെഡിക്കൽ ഓഫീസറിന് കീഴിലുള്ള 22ഓളം ആംബുലൻസുകൾ ഉൾപ്പെടെയുള്ള വാഹനങ്ങളാണ് തുരുമ്പെടുത്ത് കാട് കയറി നശിക്കുന്നത്. 1000ഓളം രോഗികൾ വരുന്ന സ്ഥാപനത്തിൽ പാർക്കിംഗ് സൗകര്യം പോലും ഇല്ലാത്തപ്പോഴാണ് ഈ വാഹനങ്ങൾ ലേലം ചെയ്ത് ഒഴിവാക്കാനുള്ള നടപടികൾ അധികൃതർ സ്വീകരിക്കാത്തത്. ഞാനിപ്പോൾ നിൽക്കുന്നത് കോട്ടയം ജില്ലാ ആശുപത്രിക്ക് മുൻപിലാണ്. ജില്ലാ ആശുപത്രിയിൽ നമ്മളിപ്പോൾ കാണുന്നത് പോലെ ഏകദേശം 22ഓളം ഇത്തരത്തിലുള്ള വാഹനങ്ങളാണ്, ആരോഗ്യ വകുപ്പിൻ്റെ തന്നെ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളിലുള്ള വാഹനങ്ങളാണ് കണ്ടം ചെയ്യാനായി ഇവിടെ ഇങ്ങനെ കൂട്ടിയിട്ടിരിക്കുന്നത്. 200 കോടിയിലധികം വരുന്ന കിഫ്ബിയുടെ വലിയ തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ നടക്കുന്ന വേളയിൽ തന്നെയാണ് പാർക്കിങ്ങിന് പോലും സൗകര്യമില്ലാത്ത ഒരു ആശുപത്രിയിൽ ഇത്രമാത്രം കേടുവന്ന വാഹനങ്ങൾ വള്ളി പടർന്ന് ഒപ്പം തന്നെ തുരുമ്പെടുത്ത് നശിക്കുന്ന അവസ്ഥയിലേക്ക് മാറിയിട്ടുള്ളത്. ഏകദേശം DMOക്ക് കീഴിലുള്ള വിവിധ ആശുപത്രികളിലെ വാഹനങ്ങളാണ്. ജില്ലാ ആശുപത്രിയിലെ 3 വാഹനങ്ങൾ മാത്രമേ ഇതിനകത്തുള്ളൂ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ വാഹനങ്ങളെല്ലാം തന്നെ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് എടുത്ത് ഒഴിവാക്കണം. അതിനുവേണ്ടി ചെയ്യേണ്ടുന്നത് DMO ഒപ്പം തന്നെ ജില്ലാ കലക്ടർ ഇവർ സർക്കാരിലേക്ക് അപേക്ഷ സമർപ്പിക്കുകയും ഈ വാഹനങ്ങൾ ലേലം ചെയ്തു പോവുക, സ്ക്രാപ്പ് വിഭാഗത്തിലേക്ക് പോവുക എന്നുള്ളതുമാണ് ഇതിനകത്ത് ചെയ്യാനുള്ളത്. എന്നാൽ എത്രയോ കാലമായി 20-25 വർഷത്തിലധികം പഴക്കമുള്ള വാഹനങ്ങൾ ഉൾപ്പെടെ നമുക്ക് കാണാം ഇത്തരത്തിൽ ഇവിടെ കിടക്കുന്നത്. ഇപ്പോൾ വികസന പ്രവർത്തനങ്ങൾ നടക്കുന്ന വേളയിൽ തന്നെ മണ്ണുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇവിടേക്ക് കൊണ്ടുവന്ന് ഇടുന്നുണ്ട്. ഇതെല്ലാം തന്നെ ഈ വാഹനങ്ങളെല്ലാം തന്നെ ഇതിനടിയിലേക്ക് പോകുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ നിലവിലുള്ളത്. പാർക്കിംഗ് സൗകര്യം ഇല്ലാതെ രോഗികൾ വളരെയധികം ബുദ്ധിമുട്ടുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഏതാണ്ട് 650 ജീവനക്കാരാണ് ഇവിടെ ജോലിയെടുക്കുന്നത്. ഇവരുടെ എല്ലാം വാഹനം വരുമ്പോൾ ഇത് എവിടെയാണ് പാർക്ക് ചെയ്യേണ്ടത്? ഈ വാഹനങ്ങൾ എടുത്തു മാറ്റിയാൽ നമുക്കിവിടെ ആവശ്യമായ സൗകര്യം കിട്ടും. ഇവിടെ പാർക്കിങ്ങിന് ബുദ്ധിമുട്ടുണ്ടാകില്ല. അതോടൊപ്പം തന്നെ നമുക്ക് ഈ ആശുപത്രിയിൽ നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകാൻ കഴിയും. ഈ ജില്ലാ ആശുപത്രിയിൽ വെറും 3 വാഹനങ്ങൾ മാത്രമാണ് ഇവരുടെ അവശ്യ സർവീസുകൾക്കുള്ളത്. ആ സമയത്ത് തന്നെയാണ് ഇത്രമാത്രം വാഹനങ്ങൾ കെട്ടിക്കിടന്ന് സ്ഥലം മെനക്കെടുത്തുന്ന ഒരവസ്ഥ ഉണ്ടാകുന്നത്. ഏതായാലും ഇത് എത്രയും പെട്ടെന്ന് മാറ്റണമെന്നാണ് ആശുപത്രി വികസന സമിതി ഉൾപ്പെടെ ആവശ്യപ്പെട്ടിട്ടുള്ളത്. DMOയും ജില്ലാ കലക്ടറും ഇക്കാര്യത്തിൽ അന്തിമമായി നടപടി സ്വീകരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സ്വീകരിക്കണമെന്നതാണ് ഇപ്പോഴത്തെ ജനങ്ങളുടെയും ഒപ്പം തന്നെ നിരവധി രോഗികൾ, ദിവസവും 1000-ലധികം രോഗികളാണ് ഇവിടെ വന്നു പോകുന്നത്, ഇവരുടെയും ആവശ്യം. ശരി, MM രാകേഷാണ് വിശദമായ റിപ്പോർട്ട് നൽകിയത്.